ഏതാണ്ട് 11 വർഷങ്ങളായി ആടിൻ്റെ ഒന്നാം ഭാഗം ഇറങ്ങിയിട്ട്. ഒന്നാം ഭാഗം റിലീസായി 2015 ഫസ്റ്റ് പാർട്ട്. അതിനുശേഷം 2017 സെക്കൻഡ് പാർട്ട് റിലീസായി. ഇപ്പം 9 വർഷങ്ങൾക്ക് ശേഷം 2026 പടം തേർഡ് പാർട്ട് റിലീസായിരിക്കുകയാണ്. ആ തേർഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് റിലീസായത്. എനിക്ക് പടം സാറ്റിസ്ഫാക്ഷൻ നൽകിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൽകി എന്ന് പറയാം. നൽകിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൽകിയില്ല എന്നും പറയാം. കാരണം ഞാനൊരു മിക്സ് അഭിപ്രായത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് പടം ഇഷ്ടമായി, പക്ഷേ പലയിടങ്ങളിൽ എന്തൊക്കെയോ ഒരു പോരായ്മകൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ഫീല് പലയിടത്തും എനിക്ക് ഫീൽ ചെയ്തു. ആടെന്ന് പറയുന്നൊരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു ഉദ്ദേശം. ആ ചിരി പലയിടങ്ങളിലും മിസ്സായി. എസ്പെഷ്യലി പഴയ കാലഘട്ടങ്ങൾ കാണിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് മിസ്സായി. എവിടേക്കോ കുറേ ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ, കുറേ ടൈം എടുക്കുന്ന പോലെ, ഒരു സീൻ കംപ്ലീറ്റ് ആകാൻ ഒരു കുട്ടി സമയം എടുക്കുന്ന ഒരു ലാഗ് എനിക്ക് എവിടേക്കോ ഫീൽ ചെയ്തു. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പടം ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളൊരു ജോണറാണ് ഇനി വരാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറാണ് ഫാൻറ്റസി കോമഡി സ്കൈഫൈ പടമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൽ ഇവർ പറയുന്ന പോലെ 2 ടൈം ലൈൻ അല്ല, ശരിക്കും 3 ടൈം ലൈൻ ഉണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു സ്പോയിലറൊന്നുമല്ല, ഒരു 3 ടൈം ലൈൻ ഉണ്ട്. അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിലേ കാണാൻ സാധിക്കത്തുള്ളൂ. വളരെ എക്സൈറ്റിംഗ് ആക്കിയ കുറേ മൊമെൻറ്റ്സും ഈ സിനിമയിലുണ്ട്. ഒരുപാട് തിയേറ്ററിൽ കൈയടി ഉണ്ടാക്കിയ സീനുകളും ഡ്യൂഡിനും അതുപോലെ തന്നെ ഷാജി പാപ്പനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ആ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ എല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കിക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ആ ഒരു പഴയ കോമഡി അല്ലെങ്കിൽ ആ ഒരു നർമ്മം, ആ കാര്യങ്ങളൊക്കെ പലയിടത്തും ചെറുതായിട്ട് മിസ്സായി പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഷാജി പാപ്പൻ ഈസ് ഓൺ, പിള്ളേർ ഓണാണ്. പടം കയറി കൊളുത്താനുള്ള സാധ്യതകളുണ്ട്.